ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ടോക്ക് ടൈംസ്. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം തോട്ടത്തിൽ വന്നേക്കുവാണ്. അപ്പോൾ കുറച്ച് പയറൊക്കെ പറിക്കാനുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലച്ചുട്ടിക്ക് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് പറഞ്ഞിട്ട് മോനും പറയണം എന്ന് പറഞ്ഞു. ഇന്നത്തെ പരിപാടി പയർ പറിക്കലാണ്. അപ്പൊ നമ്മള് വൈകുന്നേരം ഇങ്ങോട്ട് വന്നേക്കുവാണ്. അപ്പൊ അച്ഛനാണ് പറഞ്ഞോട് ആക്കിയ എന്ത് പയർ പറിച്ചു. അപ്പൊ എല്ലാവർക്കും കൊടുക്കണം. എന്നിട്ടാണ് എനിക്കും ഉണ്ട് കറി വെക്കാനാട്ടോ. എല്ലാരും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് അടിക്കണം. ഇന്നത്തെ പരിപാടിക്ക് വീഡിയോയ്ക്ക് പോവാ. ഹലോ, അപ്പം നമ്മുടെ സച്ചൂട്ടിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അപ്പം ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവക്കയിലൊക്കെ ഈ കായ്ച്ച കുത്തുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടലാസും കവറൊക്കെ നമ്മൾ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കായ്ച്ചയ്ക്ക് ചേട്ടായി എന്തെങ്കിലും കെടി വെക്കുക എന്തെങ്കിലും ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ചേട്ടായി വർക്ക്ഷോപ്പിൽ പോയിട്ട് ആണുള്ളത്. അപ്പം ഞങ്ങൾ തോട്ടമൊക്കെ നോക്കാം, ഇച്ചിരി പയറൊക്കെ ഉണ്ടെങ്കിൽ പറിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ബാക്കിയൊക്കെ ഒരു കവറൊക്കെ കെട്ടിക്കൊടുക്കണം, ബാക്കിയുള്ളതിനൊക്കെ അങ്ങനെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞങ്ങൾ അപ്പം പയർ പറിക്കട്ടെ. എല്ലാവരും ഇപ്രാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയോ? നമ്മൾ നട്ടതാണ് കേട്ടോ ഇത്. അപ്പം കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം, എന്നാലാണ് അത്യാവശ്യം ഉണ്ടാകുള്ളൂ കേട്ടോ. എന്തായാലും കഷ്ടപ്പെട്ടതിന് കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ പയർ പറിക്കട്ടെ കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യം വിപുലമായിട്ട് നടന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമോ ഇല്ലയോ നടത്തില്ല. അപ്പം അങ്ങനെ. പിന്നെ ചേട്ടയ്ക്ക് ഇതൊക്കെ ഒരു ഹരമാണ് കേട്ടോ. ഇതൊന്നും വിൽക്കാനോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, എന്തോരം കിട്ടും അങ്ങനെയൊന്നുമല്ല. പുള്ളിക്കാരനൊന്നും നടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം മുഴുവനായിട്ട് നടന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ പയറിൻ്റെ ചില ചെടിക്കൊരു വാട്ടം വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മൾ വാട്ടരോഗമെന്ന് വിചാരിച്ചിട്ട് അതിന് മരുന്നൊക്കെ അടിച്ചു. പക്ഷേ അതങ്ങ് ശരിയാകുന്നില്ലേ, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. നല്ല അടിപൊളിയായിട്ട് നിറയെ പൂത്ത് പയറിനാണ് നല്ല നില. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായി വന്നതായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടോ അത് പോയി. അപ്പം അത് പോയപ്പോൾ ഒരു സങ്കടം കേട്ടോ. നമ്മൾ കുഞ്ഞിലേ തൊട്ട് നോക്കിയിരിക്കുകയല്ലേ, വളർന്ന് എന്തോരുമായി അതിൻ്റെ പുറകെ നടന്ന് വളമൊക്കെ കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പം എല്ലാം വലുതായി പൂത്ത് പയറൊക്കെ ആയി തുടങ്ങുമ്പോൾ വാടിപ്പോയുള്ള സങ്കടം പറയാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊരു വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്താ, എല്ലാവർക്കും സുഖമാണോ? ഞാനും അമ്മച്ചിയുണ്ട്, ഗ്രീഷ്മയാണ് വീഡിയോ പിടിക്കുന്നത്. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു, അവരെല്ലാം കളിക്കട്ടോ. ഇച്ചിരി സന്ധ്യയായി. അപ്പം ഞാൻ പയർ പറിച്ചിട്ട് വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ കണ്ടോളൂ.